കേരളത്തിൽ നിന്നും വിദേശത്ത് പഠനത്തിന് പോകുന്നവർ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എടുത്ത ഭാഷാ പ്രാവീണ്യ പരീക്ഷയ്ക്ക് മിനിമം സ്കോറെങ്കിലും വേണം. IELTS ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ചായിരിക്കും പോകുന്നത്. പക്ഷേ ആർക്കും ഒരു പരിശീലനമോ ഓറിയന്റേഷനോ ഇല്ലാത്തത് വിവിധ രാജ്യങ്ങളിൽ എങ്ങനെ പെരുമാറണം, എന്ത് സാമൂഹിക സാംസ്കാരിക അവബോധം വേണമെന്നതാണ്. കേരളത്തിൽ നിന്നും നേരെ ലണ്ടനിൽ അല്ലെങ്കിൽ ബെർലിനിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണമെന്നാണ്. യൂറോപ്പിൽ ചൂട് സമയത്ത് പലരുടെയും ഡ്രസ് കോഡ് മാറും, പക്ഷേ ആരും പരസ്പരം തുറച്ചു നോക്കില്ല. ട്രെയിനിൽ ആരും ശബ്ദമുണ്ടാക്കാറില്ല. ഇത് പറയാൻ കാരണം, ഇപ്പോൾ ബെർലിൻ അടക്കം ജർമ്മനിയിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്. പലർക്കും സമൂഹത്തിൽ എങ്ങനെ വർത്തിക്കണമെന്നും ഒരു പരിശീലനമോ സെൻസിബിലിറ്റിയോ ഇല്ല. കേരളത്തിൽ നിന്ന് നേരെ ഏജൻസി വഴിയെത്തുന്നവർ നേരത്തെ കാനഡയിലേക്കുള്ള ഒഴുക്ക് കുറഞ്ഞു. UK-യിൽ പഠനം കഴിഞ്ഞ് സ്റ്റേ ബാക്ക് ഒക്കെ ഉണ്ടെങ്കിലും പലരും ഓൾഡ് ഏജ് ഹോമിലും റെസ്റ്റോറന്റുകളിലും മിനിമം വേജ് മാത്രം വാങ്ങി കഷ്ടിച്ച് പിടിച്ചു നിന്നാലും നല്ല ശമ്പളം വാങ്ങുന്ന പ്രൊഫഷണൽ ജോലി അവസരം കുറഞ്ഞതിനാൽ UK ഒഴുക്ക് കുറഞ്ഞപ്പോൾ പുതിയ കയറ്റുമതി സ്ഥലം ജർമ്മനിയാണ്. കഴിഞ്ഞ ദിവസം ബെർലിനിൽ ജോലി ചെയ്യുന്ന ആളോട് സംസാരിച്ചപ്പോൾ അവിടെ ഇപ്പോൾ ട്രെയിനിലും പലയിടത്തും മലയാളം കേൾക്കാമെന്നും പറഞ്ഞു. ട്രെയിനിൽ ഉച്ചത്തിൽ മലയാളം സംസാരിക്കുന്ന 18ഉം 20ഉം വയസ്സുള്ളവർ ഉറച്ചു മലയാളത്തിൽ സംസാരിക്കുന്നത് പല ജർമ്മൻകാരെയും അസ്വസ്ഥപ്പെടുത്തുന്നത് കൊണ്ടാണ് ദൂരെ ഒരു സീറ്റിൽ ഇരുന്ന അയാൾ ശ്രദ്ധിച്ചത്. അവർ അടുത്ത സീറ്റിലിരുന്ന സ്ത്രീകളെ നോക്കി മലയാളത്തിൽ പരസ്പരം പറയുന്നത് കേട്ട് ഞെട്ടി. ഹോ, എന്തു തുടയാടാ എന്നു തുടങ്ങി അടുത്തിരുന്ന സ്ത്രീകളെ വായി നോക്കി അവരുടെ ശരീരഭാഗങ്ങളെ വർണ്ണിക്കുന്നു. സംസാരം ഉറക്കെ. ഭാഷ അവർക്ക് മനസ്സിലായില്ല എങ്കിലും ഇവർ ഉറച്ച് വായി നോക്കി സംസാരിക്കുന്നത് കേട്ട് ഒരാൾ എഴുന്നേറ്റ് ചെന്ന് ജർമ്മൻ ഭാഷയിൽ മറ്റുള്ളവരെ ശല്യപ്പെടുത്തരുത് എന്ന് താക്കീത് നൽകി. ഇപ്പോൾ തന്നെ ജർമ്മനിയിൽ വരുത്തന്മാരോട് പലർക്കും നീരസമുണ്ട്. ഇന്ത്യയിൽ പലയിടത്തു നിന്നും ഇപ്പോൾ വിവിധ ഏജൻസി വഴി വരുന്ന വിദ്യാർത്ഥികളിൽ പലർക്കും അടിസ്ഥാന കൾച്ചറൽ സെൻസിബിലിറ്റി ഇല്ലെന്നത് മുൻവിധികൾ കൂട്ടുന്നു. ജർമ്മനിയിൽ ഇപ്പോൾ വിദേശ വിദ്യാർത്ഥികൾക്കും വളരെ തുച്ഛമായ ഫീസ് ഉള്ളതിനാൽ ഇപ്പോൾ ജർമ്മനി ഒരു ഡെസ്റ്റിനേഷനാണ്. എന്നാൽ അവിടെ തീവ്ര വലതുപക്ഷ നിയോ നാസി പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വംശീയ മനോഭാവം കൂടുതൽ. അങ്ങനെയുള്ളിടത്ത് ഇതുപോലെ കൾച്ചറൽ സെൻസിബിലിറ്റി ഇല്ലാതെ പെരുമാറിയാൽ പലപ്പോഴും അപകടം വിരിച്ചു വരുത്തുന്ന ഏർപ്പാടാണ്. വലിയ IT കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ, ഓർഗനൈസേഷൻസ് എല്ലാം ഇൻഡക്ഷന്റെ ഭാഗമായി മൾട്ടി കൾച്ചർ സെൻസിബിലിറ്റി വാല്യൂ ഓറിയന്റേഷൻ ഒക്കെ കൊടുക്കും. അതുപോലെ സോഷ്യൽ ഇക്വിറ്റി ഇതൊന്നും ഇല്ലാതെ ഏജൻസികൾ അഡ്മിഷൻ ശരിയാക്കി അവരുടെ കമ്മീഷൻ വാങ്ങിയാൽ അവരുടെ റോൾ കഴിഞ്ഞു. ഇവിടെ നിന്ന് നേരെ പോയി അവിടെ ചെന്ന് അവിടുത്തെ സംസ്കാരം പരിസരം മനസ്സിലാക്കാതെ ഉച്ചത്തിൽ സംസാരിച്ച് ബഹളം ഉണ്ടാക്കിയാൽ അതിന് ചിലയിടത്ത് പ്രതികരണവും ഉണ്ടാകും. ഒരിക്കൽ ബ്രാട്ടിസ്ലാവയിൽ ഡിന്നർ കഴിഞ്ഞ് ഹോട്ടലിലേക്ക് വരുമ്പോൾ മലയാളത്തിൽ പച്ചത്തെറികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ് ബഹളമുണ്ടാക്കി ഒരു സെറ്റ് മുന്നിൽ പോകുന്നു. ഞാൻ അടുത്തു ചെന്ന് മലയാളത്തിൽ തന്നെ പതിയെ പറഞ്ഞു, ഒരു മയത്തിൽ തെറി പറ. വെള്ളമടിച്ച് കോൺ തെറ്റിയ പിള്ളേർ. അവർ എവിടെയൊക്കെയോ മെഡിസിൻ പഠിക്കാൻ വന്നിട്ട് ഒന്ന് കറങ്ങാൻ വന്നതാണ്. എന്തായാലും ഞാൻ പറഞ്ഞപ്പോൾ സോറി ചേട്ടാ എന്ന് പറഞ്ഞ് വേഗത്തിൽ നടന്നു പറഞ്ഞു.